we are discussing core teaching skills. Core teaching skills എന്ന് പറഞ്ഞാൽ കാതലായ അധ്യാപന നൈപുണികൾ. അപ്പോൾ എന്താണ് core teaching skills? Some of the skills which are frequently used in teaching of almost all the subjects and are considered to be important from the point of view of teacher training. എല്ലാ വിഷയങ്ങളിലും അതുപോലെ എല്ലാ തരത്തിലുള്ള അധ്യാപനത്തിലും ഉപയോഗിക്കുന്ന സ്കിൽസാണ് കോർ ടീച്ചിങ് സ്കിൽസ് അല്ലെങ്കിൽ കാതലായ അധ്യാപന നൈപുണികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് കോർ ടീച്ചിങ് സ്കിൽസ്. ഇപ്പോൾ കോർ ടീച്ചിങ് സ്കിൽസിൽ 8 സ്കിൽസാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ സബ് കോമ്പോണൻസ് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് 8 കോർ ടീച്ചിങ് സ്കിൽസ് എന്ന് പറയുന്നത്? അപ്പോൾ ഫസ്റ്റ് വൺ, ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. ഒന്നാമത്തെ ടീച്ചിങ് സ്കിൽസായി പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. ദെൻ സെക്കൻഡ് വൺ ഈസ് എക്സ്പ്ലെയിനിങ്. Then third is illustrating with examples. Then fourth is fluency in asking question. Then fifth is probing question. Then sixth വരുന്നത് use of blackboard. Then seventh വരുന്നത് reinforcement. Then the last one, 8th one is stimulus variation. ഇത്രയാണ് 8 കോർ ടീച്ചിങ് സ്കിൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഇൻട്രൊഡ്യൂസിങ് ദി ലെസൺ, എക്സ്പ്ലെയിനിങ്, ഇല്ലുസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾസ്, ഫ്ലുവൻസി ഇൻ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, പ്രോബിംഗ് ക്വസ്റ്റ്യൻ, യൂസ് ഓഫ് ബ്ലാക്ക് ബോർഡ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്, ദെൻ സ്റ്റിമുലസ് വേരിയേഷൻ. ഓക്കെ, ഇനി ഓരോ സ്കിൽസിൻ്റെയും സബ് കോമ്പോണൻസും കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ സ്കില്ലായിട്ടുള്ള ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ, അതിൻ്റെ കോമ്പോണൻസാണ്. ഓക്കെ, കോർ ടീച്ചിങ് സ്കില്ലിലെ ഫസ്റ്റ് സ്കില്ല് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ, പാഠം പരിചയപ്പെടുത്തുക. അപ്പോൾ പാഠം പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? It may be defined as a proficiency in the use of verbal and non-verbal behavior, teaching aids and appropriate device for making the pupils realize the need of studying the lesson by establishing cognitive and affective rapport with them. ഇപ്പോൾ ടീച്ചിങ് എയ്ഡ്സിലൂടെ, അതായത് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെയും അതേപോലെ ആംഗ്യത്തിലൂടെയും ആംഗിക ഭാഷയുടെയും വാചികമായിട്ടുള്ള ഭാഷകളുടെയും എല്ലാം ഒരു വിദ്യാർത്ഥി അധ്യാപക ബന്ധം സ്ഥാപിച്ചിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠഭാഗത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ് ഈ ഒരു സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു പാഠം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ടീച്ചിങ് എയ്ഡ്സിലൂടെ, അതേപോലെ ടീച്ചേഴ്സിൻ്റെ വെർബൽ ആൻഡ് നോൺ വെർബൽ ബിഹേവിയറിലൂടെ, അല്ലെങ്കിൽ അതിന് ഉപയോഗിച്ചിട്ടുള്ള സ്യൂട്ടബിൾ ആകുന്ന ഡിവൈസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പാഠം എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നുള്ളത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇൻട്രൊഡ്യൂസിങ് ദ ലെസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന കോമ്പോണൻസ് ആണ് ഒരു പാഠം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു സ്കില്ലിന് വേണ്ട കോമ്പോണൻസ് ആണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് യൂസിങ് പ്രീവിയസ് നോളജ്, ദെൻ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസസ്, കണ്ടിന്യൂറ്റി, റെലവൻസി, അറൗസിങ് മോട്ടിവേഷൻ, ക്രിയേറ്റിംഗ് ഇൻട്രസ്റ്റ്, പ്യൂപ്പിൾ ഇൻവോൾവ്മെൻറ്റ്. ഒരു 7 കോമ്പോണൻസ് ആണ് ഇൻട്രൊഡ്യൂസിങ് എ ലെസണിൽ വരുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വരുന്നത് യൂസിങ് പ്രീവിയസ് നോളജ് എന്നാൽ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, മുന്നറിവിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് യൂസിങ് പ്രീവിയസ് നോളജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ന്യൂ ലേണിംഗ് ഈസ് ടു ബി ബേസ്ഡ് ഓൺ നോളജ് ഓർ എക്സ്പീരിയൻസ് അക്യൂർഡ് ത്രൂ ഫോർമൽ, ഇൻഫോർമൽ, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസസ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് മുൻപ് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ അല്ലെങ്കിൽ മുൻ പാഠങ്ങളിൽ നിന്ന് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് പുതിയ പാഠഭാഗങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചുകൊണ്ട്, അവർ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് പുതിയൊരു പാഠഭാഗം എന്ത് ചെയ്യേണ്ടത്, കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. അതാണ് യൂസിങ് പ്രീവിയസ് നോളജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ യൂസ് ഓഫ് appropriate devices.
Then devices like questioning, narration, lecturing, storytelling, using audiovisual aids, demonstration or experimentation, dramatization, role-playing, visits, use of examples, analogies, similarities, etc. may be used to introduce a lesson. യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസസ് അതായത് അനുയോജ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിവൈസസ് തന്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ചോദ്യങ്ങളാവാം, വിവരണമാവാം, പ്രഭാഷണം, കഥ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളാവാം, പ്രകടനം, പരീക്ഷണം, നാടകാഭിനയം തുടങ്ങി വ്യത്യസ്ത തന്ത്രങ്ങൾ പാഠം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ദെൻ വരുന്നത് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ റിക്വയർസ് കണ്ടിന്യൂറ്റി ഇൻ ദ ഐഡിയാസ് ഓർ information presented to pupils. There should be a logical sequence between the main parts of the introduction. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ തുടർച്ച. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ആശയത്തിലേക്ക് എത്തിക്കാവുന്ന തരത്തിൽ ഒരു തുടർച്ച പാഠം പരിചയപ്പെടുത്തുമ്പോൾ ഉണ്ടാവണം, ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ്, ദെൻ സെക്കൻഡ്, ദെൻ ദ ലാസ്റ്റ് ഒരു ആശയം എന്നുള്ള രീതിയിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ദെൻ വരുന്നത് റെലവൻസി. A teacher should try to observe relevancy in his verbal or non-verbal behavior. റെലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസക്തി. ഒരു പാഠം പരിചയപ്പെടുത്തുമ്പോൾ അതിനുപയോഗിക്കുന്ന വ്യത്യസ്ത തന്ത്രങ്ങളും രീതികളും അതേപോലെ ആശയങ്ങളും എല്ലാം എന്ത് വേണം? ഈ ഒരു പാഠഭാഗത്തിന് അല്ലെങ്കിൽ ഈ ഒരു പഠന വിഷയത്തിന് ഈ ഒരു ആശയത്തിന് പ്രസക്തിയുള്ളതാവണം. ഓക്കെ, ദെൻ അറൗസിങ് മോട്ടിവേഷൻ. അറൗസിങ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രേരണ, അഭിപ്രേരണ വളർത്തൽ. Arousing motivation. The material or device and way of presentation of the introduction must be motivating to learn. നമ്മൾ ഉപയോഗിക്കുന്ന അവതരണ രീതി, അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, തന്ത്രങ്ങൾ, ഇതൊക്കെ വിദ്യാർത്ഥികളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കണം. അതായത് ഈ പാഠഭാഗത്തിൽ എന്താണ്, ഈ പാഠഭാഗം പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ നൽകുന്നതായിരിക്കണം. ദെൻ ക്രിയേറ്റിംഗ് ഇൻട്രസ്റ്റ്. ക്രിയേറ്റിംഗ് ഇൻട്രസ്റ്റ് മീൻസ് താല്പര്യം വളർത്തുക. ഇറ്റ് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ് ഫ്രം ദി പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ദി സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യം വളർത്തുന്ന ഒരു രീതിയിലുള്ളതാവണം. ദെൻ pupil involvement. Student teacher interaction is necessary in introducing a lesson and learner participation will make the introduction an unforgettable event. വിദ്യാർത്ഥി പങ്കാളിത്തം ഉണ്ടായിരിക്കണം, സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ. ഇപ്പോൾ നമ്മൾ ഒരു പാഠഭാഗം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ വിദ്യാർത്ഥികളുടെ പാർട്ടിസിപ്പേഷനും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ വിദ്യാർത്ഥികളുടെ സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഈ ഒരു പാഠപരിചയ പ്രവർത്തനത്തിൽ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് പ്യൂപ്പിൾ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ആക്ടിവിറ്റീസൊക്കെ നൽകാം. ഇപ്പോൾ ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന് പറയുന്ന ഒരു സ്കില്ല് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെസൺ പ്ലാൻ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇതിൽ പറയുന്ന കോമ്പണൻസ് ഓർത്ത് വെക്കാം. യൂസിങ് പ്രീവിയസ് നോളജ്, യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസസ്, കണ്ടിന്യൂറ്റി, റെലവൻസി, അറൗസിങ് മോട്ടിവേഷൻ, ക്രിയേറ്റിംഗ് ഇൻട്രസ്റ്റ്, പ്യൂപ്പിൾ ഇൻവോൾവ്മെൻറ്റ്. പ്യൂപ്പിൾ ഇൻവോൾവ്മെൻറ്റ് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കണം. കുട്ടികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ വേണം. കുട്ടികളിലേക്ക് ഡിസ്കഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാം. ചിത്രം കൊടുത്തിട്ട് അവരെ ഗ്രൂപ്പാക്കിയിട്ട് നമുക്ക് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യാം. അതങ്ങനെയൊക്കെയാണ് പ്യൂപ്പിൾ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെസൺ പ്ലാനും കൂടെ ചെയ്യുമ്പോൾ ഓക്കെ ഇത് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ.